Hi friends, welcome back to our channel. ആറാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് ബേസിക് സയൻസ് ക്രിസ്മസ് എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ? ആദ്യത്തെ ചോദ്യം നോക്കി നോക്കാം. Pure coconut oil is often seen written on packets sold in market. Scientifically, is coconut oil a pure substance? അപ്പോൾ എന്താണ് സാധാരണ മാർക്കറ്റിൽ ഈ കോക്കനട്ട് ഓയിലിൻ്റെ മേലെ എന്താണ് പ്യുവർ കോക്കനട്ട് ഓയിൽ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും ഈ കോക്കനട്ട് ഓയിൽ പ്യുവർ സബ്സ്റ്റൻസ് ആണോ? Justify your answers by explaining the arrangements of molecules in it compared to a scientifically pure substance like water. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമ്മളോട് എന്താണ് പറയാനൊക്കെ ഒന്ന് നമ്മുടെ ഒപ്പീനിയൻ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. No, coconut oil is not a scientifically pure substance. അപ്പോൾ എന്താണ് അല്ല, കോക്കനട്ട് ഓയിൽ സയൻറ്റിഫിക് ആയിട്ട് എന്ത് സബ്സ്റ്റൻസ് അല്ല, പ്യുവർ സബ്സ്റ്റൻസസ് അല്ല. അപ്പോൾ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ അഥവാ അതിൻ്റെ കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസസ് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾ. എന്താണ് പ്യുവർ സബ്സ്റ്റൻസിൽ, അതായത് വാട്ടർ പോലെയുള്ള പ്യുവർ സബ്സ്റ്റൻസസിൽ ആകെ ഒരു ടൈപ്പുള്ള മോളിക്യൂൾ മാത്രമാണ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുള്ളൂ. കോക്കനട്ട് ഓയിൽ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ containing different types of molecules. അപ്പോൾ കോക്കനട്ട് ഓയിൽ എന്താണ്? കോക്കനട്ട് ഓയിൽ പല തരത്തിലുള്ള മോളിക്യൂൾസ് ഉണ്ട്. ഫാറ്റി ആസിഡ്സ് പോലെയുള്ള പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ഉള്ളത് കൊണ്ട് തന്നെ കോക്കനട്ട് ഓയിൽ എന്തല്ല, ഒരു പ്യുവർ സബ്സ്റ്റൻസ് അല്ല. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ ഫോളോയിങ് ചേഞ്ചസ് പ്രോസസ് ഇൻ ടു ദ കറക്റ്റ് കോളംസ്. Salt dissolved in water, tea dust settled in tea, iron powder mixed with salt, കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ സോഡ വാട്ടർ. അപ്പോൾ കുറച്ച് മിക്സ്ചേഴ്സ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ എന്താ? സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, വെള്ളത്തിൽ കലക്കിയിട്ടുള്ള ഉപ്പ്. അതുപോലെ തന്നെ ചായപ്പൊടി, ടീയിലുള്ള ചായപ്പൊടി, സാൻഡിൽ മണലിൽ മിക്സ് ചെയ്ത് കിടക്കുന്ന അയൺ പൗഡർ, അതുപോലെ തന്നെ സോഡ വാട്ടറിലുള്ള കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ ആയിട്ടും ഹെട്രോജീനിയസ് മിക്സ്ചർ ആയിട്ടും ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചറിൽ ഏതൊക്കെയാണ് വരിക? സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടറും അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ സോഡ വാട്ടറും. ഇനി ഹെട്രോജീനിയസിൽ ഏതാ വരിക? ടീ ഡസ്റ്റ് സെറ്റിങ്സ് ഇൻ ടീയും അയൺ പൗഡർ മിക്സ്ഡ് വിത്ത് സോൾട്ടും. ഓക്കെ അല്ലേ? ഇനി അതിലൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. സി ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഓഡ് വൺ ഔട്ട് ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂഷൻസ് കമ്പോണൻസ്. അപ്പോൾ അതിലുള്ള സൊല്യൂഷനുമായി ബേസ് ചെയ്തിട്ട് ഇതിൽ ഏതാണ് ഓഡ് വണ്ണ്? സോഡ വാട്ടർ, വിനെഗർ, ബ്രാസ്, സോൾട്ട് സൊല്യൂഷൻ. അപ്പോൾ ഇതിൽ ഓഡ് വൺ ഔട്ട് ഏതാണ് കൂട്ടുകാരെ? ബ്രാസ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ 2 ഹാസ് 2 പാർട്സ്, 2A 2B. റൈറ്റ് എനി വൺ 2A or 2B completely. അപ്പോൾ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന് 2Aയും ഉണ്ട് 2Bയും ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. നമുക്ക് 2A ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കാം. ഒബ്സർവ് ദ സ്റ്റേറ്റ്മെന്റ്. നേച്ചർ ഇറ്റ്സെൽഫ് prevents self-pollination and encourages cross-pollination to produce better varieties of plants. അപ്പോൾ നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? നേച്ചർ ആയിട്ട് തന്നെ ഈ സെൽഫ് പോളിനേഷനെ പ്രിവെൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റേ ക്രോസ് പോളിനേഷന് എന്ത് ചെയ്യുന്നുണ്ട്? എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്രോസ് പോളിനേഷനെ എൻകറേജ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലാന്റ്സിൻ്റെ പലതരം വെറൈറ്റീസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ 2 ഡിസ്റ്റിങ്ക്റ്റ് മെത്തേഡ് ഓർ അഡാപ്റ്റേഷൻ ഫൗണ്ട് ഇൻ ഫ്ലവേഴ്സ് ദാറ്റ് പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. അതായത് സെൽഫ് പോളിനേഷൻ ഏതിലൊക്കെ ഉണ്ടാവുക? സൺഫ്ലവറിൽ, അതുപോലെ തന്നെ ഗ്ലോറിയോസയിലൊക്കെ സെൽഫ് പോളിനേഷൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രിവെൻഷൻ ഓഫ് സെൽഫ് പോളിനേഷന് 2 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആ 2 മെത്തേഡ്സ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം.
പ്രിവെൻഷൻ ഓഫ് സെൽഫ് പോളിനേഷൻ മെത്തേഡ് 1. അതായത് ഗ്ലോറിയോസയിൽ എന്താണ് നടക്കുക നമുക്ക് നോക്കി നോക്കാം. ഇൻ സം പ്ലാന്റ്സ് ലൈക്ക് ഗ്ലോറിയോസ ദ സ്റ്റേമൻസ് ആൻഡ് ഗൈനീഷ്യം ആർ പൊസിഷൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ to prevent pollen from falling on the stigma of the same flower. അപ്പോൾ ക്രോസ് പോളിനേഷൻ നടക്കാൻ വേണ്ടി സെൽഫ് പോളിനേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേച്ചർ തന്നെ ചെയ്യുന്ന മെത്തേഡാണ് അതാണ് ഗ്ലോറിയോസയിലുള്ളത്. അതിലെന്താണ് സ്റ്റേമയും അതുപോലെ തന്നെ ഗൈനീഷ്യവും എന്താണ് രണ്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ എന്താണ് ഇത് ആ ഫ്ലവറിൽ തന്നെ ഉണ്ടാവുന്ന സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യും. അങ്ങനെ എന്താണ് അത് ക്രോസ് പോളിനേഷനെ ഒന്നും കൂടെ എൻകറേജ് ചെയ്യും. ഇനി മെത്തേഡ് 2 ആണ് നോക്കാൻ പോകുന്നത്. ഇൻ സം ഫ്ലവേഴ്സ് ലൈക്ക് സൺഫ്ലവർ ദ മെയിൽ ആൻഡ്രീഷ്യം ആൻഡ് ഫീമെയിൽ ഗൈനീഷ്യം റീപ്രൊഡക്റ്റീവ് പാർട്സ് മെച്യൂർ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് മേക്കിംഗ് സെൽഫ് പോളിനേഷൻ ഇമ്പോസിബിൾ. അപ്പോൾ സൺഫ്ലവർ പോലെയുള്ള ഫ്ലവേഴ്സിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആയിട്ടുള്ള മെയിൽ ആൻഡ്രീഷ്യം അതുപോലെ തന്നെ ഫീമെയിൽ ഗൈനീഷ്യം എന്താണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് പല സമയത്താണ് എന്താവുക മെച്യൂർ ആവുക. അപ്പോൾ സെയിം സമയത്ത് മെച്യൂർ ആവില്ല, പല സമയത്ത് ആവുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും അവർക്ക് സെൽഫ് പോളിനേഷൻ പോസിബിൾ ആയിട്ട് വരില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും അവർ ക്രോസ് പോളിനേഷൻ ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 2 ബി ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. യു ആർ പ്രൊവൈഡഡ് വിത്ത് ഫ്ലവർ ഓഫ് പംകിൻ ആൻഡ് ഫ്ലവർ ഓഫ് ലേഡീസ് ഫിംഗർ. ഇഫ് യു ഒബ്സർവ് ദം ക്ലോസ്ലി വിച്ച് വൺ ഈസ് എ കംപ്ലീറ്റ് ഫ്ലവർ? ഗീവ് റീസൺസ് ഫോർ യുവർ ചോയ്സ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ കയ്യിലൊരു പംകിങ് ഉണ്ട് ലേഡീസ് ഫിംഗറും ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ ഏത് ഫ്ലവറാണ് ഒരു കംപ്ലീറ്റ് ഫ്ലവർ അതിൻ്റെ റീസണും പറയുക. അപ്പോൾ കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുന്നത് ഏതായിരിക്കും കൂട്ടുകാരെ? ഒരു കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുന്നത് ലേഡീസ് ഫിംഗർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ? എ കംപ്ലീറ്റ് ഫ്ലവർ മസ്റ്റ് ഹാവ് ഓൾ 4 മെയിൻ പാർട്സ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുമ്പോൾ അതിന് എല്ലാ 4 ഭാഗങ്ങളും ഉണ്ടായിരിക്കും. ഭാഗങ്ങളായിട്ടുള്ള കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം പ്രസന്റ് ആയിരിക്കും. ലേഡീസ് ഫിംഗർ ഈസ് എ ബൈസെക്ഷൽ ആൻഡ് ഹാസ് ഓൾ ദീസ് പാർട്സ്. അപ്പോൾ ലേഡീസ് ഫിംഗർ എന്ന് പറയുന്നത് ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണ്. മാത്രമല്ല ലേഡീസ് ഫിംഗറിന് ഈ പറഞ്ഞ 4 ഭാഗങ്ങളും ഉണ്ട്. പംകിൻ ഫ്ലവേഴ്സ് ആർ യൂണിസെക്ഷൽ ആസ് ദേ ലാക്ക് ഐദർ ദ ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ഫ്രൂട്ട് ഫോർമേഷൻ. അപ്പോൾ മാംഗോൻ്റെ സിമ്പിൾ ഫ്രൂട്ടാണ് ഫോംഡ് ഫ്രം സിംഗിൾ ഓവറി ആണ്. അങ്ങനെയാണെങ്കിൽ ജാക്ക് ഫ്രൂട്ട് എന്തായിരിക്കും? ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ഫ്രൂട്ടാണ്. അത് ഫോംഡ് ഫ്രം ആൻ ഇൻഫ്ലോറസെൻസിൽ നിന്നാണ് അത് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 3ാമത്തെ ചോദ്യം നോക്കി നോക്കാം. എ സ്റ്റുഡൻറ് ഒബ്സർവ്ഡ് എ സ്ലൈസ് ഓഫ് സെൽ അണ്ടർ എ മൈക്രോസ്കോപ്പ് ആൻഡ് നോട്ടഡ് ദ ഫോളോയിങ് പാർട്സ്. അപ്പോൾ എന്താണ് ഒരു സ്റ്റുഡൻറ് ഒരു സെല്ല് എടുത്തിട്ട് താഴെയുള്ള പാർട്സ് ഒക്കെ നോക്കുകയാണ്. സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ ഒക്കെ ഒബ്സർവ് ചെയ്തു. ഹൗവർ ദ സ്റ്റുഡൻറ് കുഡ് നോട്ട് സീ എ സെൽ വാൾ ഓർ ക്ലോറോപ്ലാസ്റ്റ്. പക്ഷെ സ്റ്റുഡൻറ്റിന് എന്ത് കാണാൻ സാധിച്ചില്ല? സെൽ വാള് അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റ് കാണാനായിട്ട് സാധിച്ചില്ല. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൽ ഒബ്സർവ്ഡ്. വൈ ഈസ് ദ സെൽ വാൾ ആബ്സെന്റ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് സെൽ? അപ്പോൾ അത് ഏത് തരത്തിലുള്ള സെല്ലായിരിക്കും? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സെല്ലിൽ എന്താണ് സെൽ വാള് ആബ്സെന്റ് ആയിട്ടുള്ളത്? നമുക്ക് നോക്കി നോക്കാം. അത് പറഞ്ഞാൽ തന്നെ, അതായത് സെൽ വാൾ ഇല്ല, ക്ലോറോപ്ലാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് എന്ത് തരത്തിലുള്ള സെല്ലാണ്. അതൊരു ആനിമൽ സെല്ലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആനിമൽ സെല്ലിൽ സെൽ വാൾ ഇല്ലാത്തത്? ആനിമൽ സെൽ do not possess a cell wall. This is a characteristic feature unique to plant cells, providing rigidity which animals do not need in the same way. അപ്പോൾ എന്താണ് ഈ സെൽ വാൾ ഇല്ല എന്ന്
പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ആനിമൽ സെല്ലിനെ പ്ലാന്റ് സെല്ലിൽ നിന്നും യൂണീക്ക് ആക്കുന്നത്. അപ്പം ഇതാണ് എന്ത് ചെയ്യുന്നത്, റിജിഡിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോളം എയും സെൽ ഓർഗനൽസും മാച്ച് ചെയ്യാനാണ്. കോളം എ കോളം ബി റൈബോസോമിന്റെ എന്താ വരിക, സിന്തസിസ് പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്നു. വാക്യൂള് എന്താണ്, സിന്തസിസ് എനർജി. ന്യൂക്ലിയസ് ആണെങ്കിലോ കൺട്രോൾ ദ സെല്ലുലാർ ആക്ടിവിറ്റീസ്. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ നോക്കി നോക്കാം. അതിൻ്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഹു കോയിൻഡ് ദ ടേം സെൽ, വാട്ട് ഒബ്സർവേഷൻ ലെഡ് ഹിം ടു ചൂസ് ദിസ് നെയിം. അപ്പോൾ ആരാണ് സെൽ എന്ന് പറയുന്ന പേര് കൊണ്ടുവന്നത്, എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു പേര്? അപ്പോൾ സെൽ എന്ന പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആരാണ്, സയന്റിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് ഹുക്ക് 1665 കൊടുത്തിട്ടുള്ള ഒരു പേരാണ് എന്ത്, സെൽ എന്ന് പറയുന്നത്. ഹി ഒബ്സർവ്ഡ് തിൻ സ്ലൈസസ് ഓഫ് കോക്ക് അണ്ടർ എ മൈക്രോസ്കോപ്പ് and saw honeycomb-like structures and consisting of many tiny chambers which he named cells. അപ്പോൾ റോബർട്ട് ഹുക്ക് എന്ത് ചെയ്തു, ഒരു കോക്ക് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ചിട്ട് നോക്കി. അപ്പോൾ അതിലെന്താ പല പല കമ്പാർട്ട്മെന്റ്സ്, ടൈനി ചെറിയ ചെറിയ ചാമ്പേഴ്സ് കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ അതിനിട്ട പേരാണ്, ചെറിയ ചെറിയ റൂം പോലെയുള്ള കമ്പാർട്ട്മെന്റ്സ്. അപ്പോൾ അതിന് അദ്ദേഹം ഇട്ട പേരാണ് എന്ത്, സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. അനലൈസ് ദ ഡയഗ്രാം ഓഫ് ദ ഫിൽട്രേഷൻ പ്രോസസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. അപ്പോൾ എന്താണ്, ഫിൽട്രേഷൻ്റെ ഒരു പിക്ചറാണ്, ഡയഗ്രാമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. Kidneys act as filters to separate waste from blood. If the kidney fail, what is the artificial method used to filter blood called? How is this method similar to the separation of mixture we studied in science? അപ്പോൾ എന്താണ്, കിഡ്നി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ബ്ലഡിലുള്ള വേസ്റ്റിനൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കിഡ്നി ഫെയിൽ ആയാൽ എന്താ നമ്മൾ ചെയ്യുക, വാട്ട് ഇസ് ദ ആർട്ടിഫിഷ്യൽ മെത്തേഡ് യൂസ്ഡ് ടു ഫിൽട്ടർ ബ്ലഡ് കോൾഡ്? അപ്പോൾ എന്താണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെത്തേഡിന് നമ്മൾ പറയുക, ആർട്ടിഫിഷ്യൽ മെത്തേഡിന് കിഡ്നി ഫെയിൽ ആയാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഡയാലിസിസ്. ഓക്കെ, ഇത് നമുക്ക് നോക്കി നോക്കാം. Dialysis filtered blood to remove waste just like filtration in science, separation insoluble impurities from a liquid using a filter. അപ്പോൾ എന്താണ്, നമ്മളുടെ ലിക്വിഡിൽ നിന്നും ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യും, ഡയാലിസിസ് എന്ന് പറയുന്ന മെത്തേഡ് എന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡിലുള്ള ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യും. ഇറ്റ് മിമിക്സ് ദ കിഡ്നീസ് നാച്ചുറൽ ഫിൽട്രേഷൻ പ്രോസസ്സ്. അപ്പോൾ കിഡ്നിയുടെ സാധാരണ ഉള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫിൽട്രേഷൻ പ്രോസസ്സ് പോലെ തന്നെയാണ്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. യു ഹാവ് മിക്സ്ചർ ഓഫ് ഹസ്ക്, stones and paddy. Propose a sequence of two separation methods to obtain clean paddy. അപ്പോൾ ഹസ്ക് ഉണ്ട്, സ്റ്റോൺസ് ഉണ്ട്, പാഡി ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ക്ലീൻ ആയിട്ടുള്ള പാഡ് കിട്ടാനുള്ള ഏതെങ്കിലും രണ്ട് മെത്തേഡ്സ് ഏതൊക്കെയാണ്? എക്സ്പ്ലെയിൻ വൈ യു ചൂസ് ദീസ് സ്പെസിഫിക് മെത്തേഡ്സ് ബേസ്ഡ് ഓൺ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദ കമ്പോണൻസ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങളിത് ചൂസ് ചെയ്തത്, എന്തുകൊണ്ടാണ്? സെപ്പറേഷൻ ഓഫ് പാഡി മിക്സ്ചറിന് 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2ൻ്റെ റീസണും പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഹസ്ക് ചാഫൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, വിനോവിങ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ, ഹസ്ക് ഈസ് ലൈറ്റർ than paddy and stones, so wind can blow it away. അപ്പോൾ അതിൽ കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും, ഹസ്ക് എന്ന് പറയുന്നത് ഈ പാഡിനേക്കാളും സ്റ്റോണിനേക്കാളും ഒക്കെ എന്താണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിന് കാറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താ, അതൊക്കെ പറന്നു പോകും. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഹാൻഡ് പിക്കിംഗ് അല്ലെങ്കിൽ സീവിങ് ആണ്. അത് ഈ സ്റ്റോൺസ് കളയാൻ നമ്മൾ ഹാൻഡ് ആയിട്ട് ഇങ്ങനെ പിക്ക് ചെയ്യുക അല്ലെങ്കിൽ സീവ് ചെയ്യുക. അതെന്താണ്, സ്റ്റോൺസ് ആർ ഡിഫറെൻറ്റ് ഇൻ സൈസ് ആൻഡ് കളർ ഫ്രം പാഡി. അപ്പോൾ എന്താണ്, പാഡീനെ വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റോൺസ് ഒക്കെ എന്ന് പറയുന്നത് പലതരത്തിലുള്ള സൈസിലും പല കളറിലും ആണുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാനും സിഫ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് പറ്റും. ഓക്കെ,
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.